ബദർ യുദ്ധത്തിന് എല്ലാവരും സ്വഫായി നിൽക്കുന്നു. നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഫുകൾ ഇങ്ങനെ ശരിപ്പെടുത്തുന്നു. ഓരോ സ്വഹാബിയുടെ ഇടയിലൂടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുമ്പോൾ കൂട്ടത്തിൽ ഒരു സ്വഹാബിയാണ് സയ്യിദുനാ സവാദ് റളിയല്ലാഹു അൻഹു. സ്വഫിൽ നിന്ന് ഒരൽപ്പം തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ വടിയുണ്ടായിരുന്നു. ആ വടി കൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ വയറ്റിൽ ഒരു ചെറിയ കുത്തു കൊടുത്തിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇസ്തവി യാ സവാദ്, ഒന്ന് സ്വഫില് സമമായി നിൽക്കൂ സവാദേ റളിയല്ലാഹു അൻഹു. ഉടനെ സവാദ് റളിയല്ലാഹു അൻഹു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈമാനുണ്ടോ നല്ല കാര്യങ്ങൾക്ക് അവസരം ഉപയോഗപ്പെടുത്തൂ. അതുകൊണ്ട് ഖൈറിന്റെ കവാടം നിന്റെ മുന്നിൽ തുറന്നു കിട്ടിയാൽ ഉടനെ ആ കാര്യം ചെയ്യുന്നതിലേക്ക് നീ ധൃതി കാണിക്കണം. എപ്പോഴാണ് ആ ഖൈറിന്റെ കവാടം അടക്കപ്പെടുന്നത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് സവാദ് റളിയല്ലാഹു അൻഹു ബദർ യുദ്ധഭൂമിയിൽ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഔജഅതനി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ തങ്ങൾ എന്നെ വേദനിപ്പിച്ചുവല്ലോ, തങ്ങൾ എന്നെ വേദനിപ്പിച്ചുവല്ലോ. വഖദ് ബഅസകല്ലാഹു ബിൽ ഹഖ് വൽ അദ്ൽ, തങ്ങളെ അല്ലാഹു തആല നീതിമാനായിട്ടാണല്ലോ തങ്ങളെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചങ്ങോട്ട് ഒരു കുത്തുതരാൻ എനിക്കൊരവസരം നൽകണം, എനിക്ക് പ്രതികരിക്കാൻ ഒരവസരം തരണം. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ശരീരത്തിൽ വയറങ്ങ് കാണിച്ചു കൊടുത്തു. പ്രതികരിക്കണമെന്ന് തോന്നുന്നുണ്ടല്ലോ, പ്രതികരിക്കൂ സവാദേ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, എന്റെ വാല കേൾക്കുന്ന സഹോദരിമാരെ, സ്വഹാബത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ്. സവാദിന് എന്ത് പറ്റിപ്പോയി? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എതിർപക്ഷത്തിനെതിരായി യുദ്ധഭൂമിയിൽ വന്ന് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്ന സവാദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രതികരിക്കുകയാണോ? ഉടനെ സ്വഹാബത്ത് ഇങ്ങനെ നോക്കി നിൽക്കവേ സവാദ് റളിയല്ലാഹു അൻഹു ഫഅതനഖഹു ഫഖബ്ബല ബത്നഹു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങ് കെട്ടിപ്പിടിച്ചു, വയറിനൊരു മുത്തം കൊടുത്തു. വല്ലാത്ത അവസരം ഉപയോഗപ്പെടുത്തലാണിത്, വല്ലാത്തൊരവസരം ഉപയോഗപ്പെടുത്തലാണ്. കെട്ടിപ്പിടിച്ചിട്ട് വയറ്റിലങ്ങ് മുത്തം കൊടുത്തു. അപ്പോഴല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചത്, ഈ ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് കിടക്കുന്നത് ഇവിടെയാണ്. മാ ഹമലക അലാ ഹാദാ യാ സവാദ്, അല്ലയോ സവാദേ, ഇങ്ങനെയൊന്ന് നിങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്തൊന്നാണ്? എന്തേ നിങ്ങൾ ഇങ്ങനെ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കാരണം? സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ ഹളറ മാ തറാ. സവാദ് റളിയല്ലാഹു അൻഹു പറയാണ്, നബിയേ ഹളറ മാ തറാ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് തങ്ങൾക്കറിയാമല്ലോ. ബദറിന്റെ ഭൂമിയിലാണ്, യുദ്ധത്തിലാണ്.
ഒരുപക്ഷേ ഞാൻ ഈ യുദ്ധം കഴിഞ്ഞ് ജീവനോടെ തിരിച്ചു പോകും എന്ന ഉറപ്പ് എനിക്കില്ലല്ലോ. ഇത് എന്റെ അവസാനത്തെ അവസരമായി പോയാലോ? ഈ യുദ്ധഭൂമിയിൽ ഞാനങ്ങ് ഷഹീദായി പോയാലോ നബിയേ? അതുകൊണ്ടാണ് ഈ വഫാത്താകണ സമയത്ത് എന്റെ ഒരാഗ്രഹമാണ്, അവസാനം തങ്ങളോട് കറാറ് നടത്തുന്ന സ്വഹാബി ഞാനായിരിക്കണം എന്ന് കരുതിയിട്ടാണ് ഞാനിതങ്ങ് ചെയ്തത്. അതുകൊണ്ട് എന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉദിച്ചുപോയി. അഥവാ ഞാൻ ഈ ബദറിന്റെ ഭൂമിയിൽ ഷഹീദാവുകയാണെങ്കിൽ എന്റെ ശരീരം അവസാനമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ ഒന്ന് ടച്ച് ചെയ്യണം, എനിക്കൊന്ന് ഹബീബിനെ കെട്ടിപ്പിടിക്കണം, ആ വയറ്റിലൊരു മുത്തം കൊടുക്കണോ. ഹബീബായ തങ്ങളിതങ്ങ് കേട്ടപ്പോ ഫദഅലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഖൈർ. സവാദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖൈർ കൊണ്ട് ദുആ ചെയ്തു. ബദറിന്റെ ചരിത്രത്തിൽ ബദർ യുദ്ധഭൂമിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി തങ്ങൾക്കൊന്ന് ഇരിക്കാൻ, തങ്ങളുടെ സ്വന്തം കാര്യങ്ങളൊന്ന് ചെയ്യാൻ, തങ്ങൾക്കൊരൽപ്പം വിശ്രമിക്കാൻ ഒരു ടെന്റ് കെട്ടിക്കൊടുത്തിരുന്നു. ഒരു ചെറിയ ഷെഡ് അവിടെയുണ്ടായിരുന്നു. ആ ടെന്റിന്റെ പുറത്ത് ഹബീബായ തങ്ങളാ ടെന്റിന്റെ അകത്ത് ഒറ്റക്കാൽ, കൂടെ ആരുമില്ല. ശത്രുക്കൾ ഏത് സമയത്ത് വന്ന് ഹബീബായ തങ്ങളെ ആക്രമിക്കാൻ ഒരുക്കമാണ്, തങ്ങളെ ശല്യം ചെയ്യാൻ ഒരുക്കമാണ്. ആ സമയത്താണ് എന്റെ കൂടെ ഒരാള് എന്റെ കൂടെ നിൽക്കണോ. മറ്റുള്ളവരെല്ലാവരും യുദ്ധഭൂമിയിലാണ്, ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഹബീബായ തങ്ങൾ ആ ടെന്റിന്റെ അകത്തിരിക്കുകയാണ്. തങ്ങൾ അവിടുന്ന് ഒരുക്കങ്ങൾ നടത്തുകയാണ്, വിശ്രമിക്കുകയല്ല. അല്ലാതെ സ്വഹാബത്തിനോട് യുദ്ധത്തിന് ഒരുങ്ങാൻ പറഞ്ഞിട്ട് ഹബീബായ തങ്ങൾ വിശ്രമിക്കൂല എന്ന് ഉറപ്പല്ലേ? അതാ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ കൂടെ ആരാണ്? ഒരാൾ എന്റെ കൂടെ സഹായത്തിന് വേണം. പക്ഷെ ഏത് സമയവും എന്തും സംഭവിക്കാം. കാരണം സ്വഹാബത്തെല്ലാവരും യുദ്ധഭൂമിയിലാണുള്ളത്. ഇവിടെ ഞാൻ ഒറ്റക്കാണ്. എന്റെ കൂടെ ആരാണ് എന്റെ കൂടെ സഹായത്തിന് നിൽക്കുക എന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് പോലും അനയാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനാണ് നബിയേ, തങ്ങളെ കൂടെ ഞാനുണ്ട് നബിയേ, തങ്ങളെ കൂടെ ഞാനുണ്ട് നബിയേ എന്ന് പ്രഖ്യാപിച്ച് ആ ടെന്റിൽ ഹബീബായ തങ്ങളെ കൂടെ കഴിയാൻ ധൈര്യം കാണിച്ച സ്വഹാബിയല്ലേ സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹബീബായ തങ്ങളെ കൂടെ കഴിയുന്നു. സുബ്ഹാനല്ലാഹ്. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളല്ലേ ശത്രു വിഭാഗത്തോട് ചോദിച്ചത്, അതഖ്തുലൂന റജുലൻ യഖൂല റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണോ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വരുന്നത്? ഈ സംഭവം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ദേഹത്ത് ഒരു കോട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ആ കോട്ട് ധരിച്ചിട്ടാണ് ഈ സംഭവം പറയുന്നത്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മഹത്വം ഇങ്ങനെ പറയുമ്പോ ബദർ യുദ്ധത്തിൽ നടന്ന ഈ രംഗം സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈ രംഗം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറഞ്ഞപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കരഞ്ഞുപോയി.
താടിരോമങ്ങൾ നനഞ്ഞുപോയി. അവിടുന്നതാ പിന്നീട് പറയുകയാണ്, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളല്ലേ എന്നേക്കാൾ ഖൈറായവർ, ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളല്ലേ എന്നേക്കാൾ ഖൈറായവർ. എന്നിട്ട് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുകയാണ്, സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ് മറ്റുള്ളവരെക്കാൾ ഉത്തമരെന്ന് പറയാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു പുരുഷായുസ് മുഴുവനും ആവശ്യമില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ സമയം മതി. മറ്റുള്ളവരെക്കാളൊക്കെ ഖൈർ സിദ്ദീഖുൽ അക്ബർ തങ്ങളാണെന്ന് അതാ പ്രഖ്യാപിക്കാൻ എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്. ബാങ്കൊടുക്കണേ അയില്ല സമയമുണ്ടോ? എത്ര 10 മിനിറ്റ് ഉണ്ടോ? അപ്പൊ ഞാൻ നിർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ബാങ്കിന്റെ മുമ്പ് നമുക്ക് അവസാനിപ്പിക്കണം. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബർ തങ്ങള് ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളെക്കാളും ഖൈറാകാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു പുരുഷായുസ് ആവശ്യമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക. കൂട്ടുകാരനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മഹത്വം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ലോകത്തുള്ള സർവ്വ മുഅ്മിനീങ്ങളെക്കാളും ഖൈറാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അല്ലേ, അമ്പിയാക്കൾ കഴിഞ്ഞ പിന്നെ ആരാ ഉള്ളത്? പിന്നെ ഒന്നാമൻ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ തന്നെയല്ലേ. അതിന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയാണ്, അതിന് സിദ്ദീഖുൽ അക്ബർ തങ്ങള് മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങളെക്കാളും ഖൈറാകാൻ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഒരു പുരുഷായുസ് മുഴുവൻ ആവശ്യമൊന്നുമില്ല. ഒരു ചെറിയ സമയം, ജീവിതത്തിലെ ഒരു ചെറിയ സമയം മതി മഹാനവരുകൾ എല്ലാ മുഅ്മിനീങ്ങളെക്കാളും ഏറ്റവും ഖൈറായവരാകാൻ എന്ന് സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുഹൃത്തുക്കളെ, എന്തേ കാരണം? ഹബീബായ തങ്ങളെ കൂടെ ഏത് സമയത്തും നടന്നിരുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞ് ഞാൻ എന്റെ വാദം നിർത്തുന്നു. നിങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ